السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അല്ലാഹുവിന് നമ്മളോട് ദേഷ്യമുണ്ടാകാൻ കാരണമാകുന്ന മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകട്ടെ. നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കുക എന്നത് മരണം വരെയുള്ള ഈ ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. നമുക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി എന്നതും ഈമാൻ നൽകി എന്നതും ഒക്കെ ശരിയാണ്. പക്ഷേ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അല്ലാഹു നമ്മളെ അവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള സഹായം നൽകുന്നില്ലെങ്കിൽ നമുക്ക് മരണം വരെ ഈ ഹിദായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹിദായത്ത് നൽകിയതിൽ സംതൃപ്തിയാവുക എന്നതിനപ്പുറം നമുക്ക് ലഭിച്ച ഹിദായത്തും ഈമാനും മരണം വരെ നിലനിർത്തുക എന്നത് ഒരു മുഅ്മിനിന്റെ ഏറ്റവും ശ്രമകരമായ ദൗത്യമായി മഹാന്മാരായ ആലിമീങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. അള്ളാഹു നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമൂല്യ രത്നമാണ് നമ്മുടെ കയ്യിലുള്ള ഹിദായത്ത്. ആ അമൂല്യ രത്നമാകുന്ന ഹിദായത്തിനെ പറിച്ചെടുക്കാൻ വേണ്ടി മരണം വരെ നമ്മുടെ പിറകെ ഓടി നടക്കുന്ന പിശാചിന്റെ സൈന്യമുണ്ട്, സന്നാഹമുണ്ട്. അവർക്കിടയിൽ നിന്ന് നമ്മുടെ ഹിദായത്തിനെ സംരക്ഷിക്കുക എന്നത് ഒരു മുഅ്മിനിന് വളരെ ഗൗരവമുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമുക്കറിയാലോ, നമ്മളൊക്കെ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്തിനെ ചോദിച്ച് ഉടനെ ചോദിക്കുന്നത് വഅഫിനി ഫീമൻ ആഫൈത്ത്, അള്ളാഹുവിനെ എനിക്ക് ആഫിയത്ത് നൽകണേ എന്നാണ്. ഈമാൻ ചോദിച്ചതിന് ഉടനെ നമ്മൾ ചോദിക്കുന്നത് ആഫിയത്താണ്. എന്തിനാണ് ആഫിയത്ത്? ഈ ഹിദായത്തിനെ സംരക്ഷിക്കുവാനുള്ള പണിയെടുക്കാനാണ് ആഫിയത്ത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണ് നമ്മുടെ ആഫിയത്തിനെ. എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത്? ഒരു വായ്പ എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ വായ്പ എടുക്കാറുണ്ട്. വിദ്യാഭ്യാസ പഠനങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ വായ്പ എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണത്? ആ ഉദ്ദേശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. വായ്പയെടുത്ത പണം കൊണ്ട് വീട് നിർമ്മിക്കുന്നവൻ എത്രമാത്രം വിഡ്ഢിയാണ്. അള്ളാഹുവിനോട് നമ്മൾ ആഫിയത്തിനെ ചോദിക്കുന്നത് അവൻ നമുക്ക് നൽകിയ ഹിദായത്തിനെ സംരക്ഷിക്കുവാനുള്ള പണിയെടുക്കാൻ വേണ്ടിയാണ്. അത് ചോദിച്ച ഉടനെ നമ്മൾ ഖുനൂത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വതവല്ലനി ഫീമൻ തവല്ലൈത്, അള്ളാഹുവേ നീ എന്നെ ഏറ്റെടുക്കണേ റബ്ബേ എന്നാണ്. അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ മാത്രമാണ് മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുവാനും ആഖിറത്തിലേക്കുള്ള വിത്തുകൾ നട്ട് പാകമാക്കാനും സാധ്യമാവുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇതിനെ തിരിച്ചറിയേണ്ടത്. ആധുനിക ലോകത്തൊരു വിശ്വാസി നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ദൗർബല്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. അവന്റെ ഈമാൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ദൗർബല്യത്തെക്കുറിച്ചും പിശാചിന്റെ പരിശ്രമത്തെക്കുറിച്ചും അവന് വിശ്വാസമുണ്ടാകുന്നില്ല. പിശാചുണ്ട് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. നിന്നെ പിഴപ്പിക്കുന്നത് ഇബ്ലീസാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പരിഹാസത്തോടു കൂടിയുള്ള ചിരി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം പിശാചുണ്ടെന്നാണ്. മഹാന്മാരായ ഹബീബിന്റെ സ്വഹാബികൾ ആരാണ്? സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകിയവരാണ് സ്വഹാബത്ത്.
ആ വാഗ്ദാനം നൽകിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖർക്കൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദാനം കിട്ടിയ, ഉറപ്പ് കിട്ടിയ സ്വഹാബികൾ ആരും പിന്നെ വിശ്രമിച്ചിട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ലോകത്തോട് വിട പറഞ്ഞു പോയ ശേഷം അവരുടെ ജനാസ കുളിപ്പിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ. ജനാസ കുളിപ്പിക്കുന്ന വേളയിലാണ് മഹാനവറുകളുടെ ശരീരത്തിന്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ടടിച്ച മുറിപ്പാടുകൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ നായകനാണ്, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്. ഭരണാധികാരിയുടെ ശരീരത്തിന്റെ പുറത്താണ് ചാട്ടവാറ് കൊണ്ടടിച്ച അടയാളങ്ങൾ കാണുന്നത്. ഇവർ ആരോടും പറഞ്ഞില്ല. ഒരു ജനാസ കുളിപ്പിക്കുമ്പോൾ മോശപ്പെട്ടത് കണ്ടാൽ ഒരാളോടും പറയാൻ പാടില്ല. പക്ഷെ ഇവരുടെ മനസ്സ് വേദനയുണ്ട്. ആ വേദന തീർക്കാൻ ഇവർ പിന്നെ ജനാസ ഖബറടക്കിയതിന് ശേഷം ആതിഖ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നു. നബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നിയാണ്. മഹദിയോട് ചോദിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, ആരാണ് അമീറുൽ മുഅ്മിനീനെ പ്രഹരിച്ചത്, വേദനിപ്പിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്താണ്? രാത്രി സമയത്ത് എല്ലാ ദിവസവും സ്വയം ചാട്ടവാറെടുത്തിട്ട് പുറത്തെ കടിച്ചുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുമായിരുന്നു, ആളുകളെ നന്നാക്കാൻ നടന്നിട്ട് നീ ഒട്ട് നന്നായതുമില്ലല്ലോ ഖത്താബിന്റെ മകനെ. ഉമർ റളിയല്ലാഹു അൻഹു സ്വയം ചാട്ടവാറ് കൊണ്ട് പുറത്തെ കടിച്ചിട്ട് വിചാരണ ചെയ്യുകയാണ്. ഹസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പേ സ്വയം ശരീരത്തെ മർദ്ദിച്ചുകൊണ്ട് വിചാരണ ചെയ്യുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? സ്വർഗമുണ്ടെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഒരു വെള്ള കൊട്ടാരം അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്ക് കൊണ്ട് മൊഴിഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിശ്രമിച്ചിട്ടില്ല. എങ്ങനെ വിശ്രമിക്കാൻ കഴിയും? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വേദന പോലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയാണ്. അവരുടെ ചിന്തയും അധ്വാനവും മുഴുവൻ തങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, ആത്മാവിനെ വഴിതെറ്റിക്കുന്ന പിശാചിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദിവസം സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്താ പൊട്ടിച്ചിരിക്കാത്തത്? സന്തോഷം വരുമ്പോൾ നിങ്ങളുടെ അണപ്പല്ല് കാട്ടിയുള്ള ചിരി ഞങ്ങൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ എന്താ പൊട്ടിച്ചിരിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമായി. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ എങ്ങനെ ചിരിക്കാനാണ്? സൂറെന്ന കാഹളം മൂതാൻ കാത്തിരിക്കുന്ന മലക്കുകളുടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. റൂഹ് പിടിക്കാൻ വരുന്ന അസ്രാഈലിനെ ഞാൻ കാണുന്നു. നരകത്തെയും സ്വർഗത്തെയും കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ ചിത്രം ഞാൻ കാണുകയാണ്. അവരെന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് പൊട്ടിച്ചിരിക്കാൻ കഴിയുക ഈ ഭൗതിക ലോകത്ത്? ഒരു മനുഷ്യന്റെ കൽബിലേക്ക് അവന്റെ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം ഉറപ്പായി ബോധപ്പെട്ടു വന്നാൽ, യഖീനായാൽ, ഇത് പകലാണെന്ന ഉറപ്പ് പോലെയുള്ള ഉറപ്പ് എന്റെ കൽബിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് മടങ്ങി വരുന്നില്ല എന്നതാണ് കാലഘട്ടത്തിന്റെ ദുര്യോഗം. പിശാചുണ്ടെന്ന് പറയുമ്പോൾ, ഇബ്ലീസ് നിങ്ങളെ പിഴപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതൊരു തമാശയായിട്ട് അനുഭവപ്പെടുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ ഭൂരിഭാഗം ഇടങ്ങളിലും രേഖപ്പെടുത്തിയത് പിശാചുണ്ട് എന്ന് ഉറപ്പിക്കാനാണ്, പിശാചിന്റെ ഇടപെടലുകളെ തിരിച്ചറിയാനാണ്. മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് നമുക്കൊന്ന് വിശ്രമിക്കാൻ കഴിയുക, ആശ്വസിക്കാൻ കഴിയുക എന്ന് സൂഫികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എങ്ങനെ വിശ്രമിക്കാനാണ്? ഇബ്ലീസ് റെസ്റ്റ് എടുത്താൽ നമുക്കും റെസ്റ്റ് എടുക്കാമെന്നാണ്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ മുഴുവൻ കവർന്നെടുക്കാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആ പിശാചിന് സഹായം ചെയ്തു കൊടുക്കുന്ന, ഏണി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എവിടെന്നാ നമുക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് അവതരിക്കുക? എവിടെന്നാണ് സംരക്ഷണം ഉണ്ടാവുക? എവിടുന്നാണ് നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാവുക? എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തോടു കൂടി മരിച്ചു പോകാൻ കഴിയുക? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ ജീവിതത്തിൽ സന്തോഷിക്കുന്നത്, നീ ജീവിതത്തിൽ ആനന്ദിക്കുന്നത് ഇതൊരു സുഖമാണെന്ന് കരുതിയിട്ടാണ്, ഇതൊരു രസമാണെന്ന് കരുതിയിട്ടാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, നീ എത്ര വിഡ്ഢിയാണ്?
ഈ ഭൗതിക ലോകത്ത് സെക്കൻഡുകൾ കൊണ്ട് തീർന്നു പോകാൻ കഴിയുന്ന ജീവിതത്തിന്റെ ചെറിയ ആസ്വാദനങ്ങൾ അതിൽ മാത്രം നീ അനുഭവിക്കുന്നു. ആഖിറത്തിലെ അനന്തമായ സുഖ സൗകര്യങ്ങളെയും ആസ്വാദനങ്ങളെയും വേണ്ടെന്ന് വെക്കുന്നു. നീ എത്രമാത്രം വിഡ്ഢിയാണ്. ഈ ഭൗതിക ലോകത്തിന്റെ തീക്ഷണമായ ചൂട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്ന മറ്റു പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ നിസ്കാരവും മറ്റുള്ള ഇബാദത്തുകളും മാറ്റിവെച്ചുകൊണ്ട് അല്പസമയം നമ്മൾ കിടന്നുറങ്ങുന്നു, തണലെടുക്കുന്നു, വിശ്രമിക്കുന്നു. നീ എന്തിനാ വിശ്രമിക്കുന്നത്? ഈ വിശ്രമത്തിന് പകരമായി നിനക്ക് ലഭിക്കാൻ പോകുന്ന അനന്തമായ നരകമാണ്. ആ നരകത്തെക്കുറിച്ച് പേടിയില്ലാതെ നിനക്കെങ്ങനെ വിശ്രമിക്കാൻ കഴിയുന്നുവെന്ന് ചോദിക്കുന്നു. മഹാനവർകൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയാൽ, അവന്റെ ബുദ്ധി യഥാർത്ഥത്തിൽ പിശാചിന്റെ കടിഞ്ഞാണ് കൊടുക്കാതെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയാൽ, ഒരു മുഅ്മിനായ മനുഷ്യനും ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്തിലായിട്ടല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അല്ലേ? സ്വാഭാവികമായിട്ടും ആലോചിക്കൂല, എനിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ മെച്ചം? ഒരു വർഷം അവസാനിക്കാൻ പോകുന്നു. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഈ ആഴ്ചകളിൽ വരുന്നത്, ഒന്ന്, അന്യമതസ്ഥരുടെ ആഘോഷത്തിന്റെ ഭാഗമായി മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ പോലും കളഞ്ഞു കുളിക്കാൻ കാരണമാകുന്ന ഏർപ്പാടുകളിൽ ഏർപ്പെടുകയാണ്. നമ്മുടെ മക്കൾ, കുട്ടികൾ ഒരാഴ്ച കഴിഞ്ഞാൽ 2023 പിറക്കുന്നതിന്റെ ആഘോഷം എന്ത് ആഘോഷമാണ്! ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ അവൻ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഒരു വർഷം അങ്ങോട്ട് മറിയുമ്പോൾ ഇവനക്ക് ലഭിക്കുന്നത് എന്ത് സുഖമാണ്, എന്ത് ആസ്വാദനമാണ്! അവന് പേടിക്കുകയല്ല വേണ്ടത്. എന്റെ ജീവിതത്തിന്റെ ആയുസ് കുറഞ്ഞുപോയി എന്ന് വ്യസനിക്കുകയല്ല വേണ്ടത്. ഒരു വർഷത്തിന്റെ പിറകിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരു കൊല്ലം കൊണ്ട് 365 ദിവസം കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി എനിക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ സാധ്യമായി എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അവന്റെ ബുദ്ധിയെ പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് അവന് ഒരു പുതുവത്സരം എന്ന പേരിൽ ആരോ നിർമ്മിച്ചുണ്ടാക്കിയ ആഘോഷത്തിന്റെ പേരിൽ അവന്റെ ഈമാനിനെ കളഞ്ഞു കുളിക്കുന്നത്. ആരുണ്ടാക്കിയതായി പുതുവത്സരമൊക്കെ? ഒരു പുതിയ വർഷം തുടങ്ങുന്നു എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആലോചിച്ചുകൂടെ? ആരോ ഉണ്ടാക്കിയ ഒരു കലണ്ടറിന്റെ ഒരു തുടക്കം മാത്രമല്ലേ അത് നാളെ ഈ നാട്ടുകാരൊക്കെ തീരുമാനിച്ച് വേറൊരു കലണ്ടർ തുടങ്ങിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഒരു പുതിയ വർഷം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും പുതുവത്സരമാണ്, ഓരോ ദിവസവും പുതുവത്സരമാണ്. ഓരോ പുതുവത്സരം എന്ന് പറയുന്നത്, പുതുവർഷം എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര ആഘോഷിക്കാൻ? തരക്കേടില്ല, അടുത്തൊരു വർഷം നിനക്കിതാ സമ്മാനമായി ഇതൊക്കെ ലഭിക്കുമെന്ന് ആരെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ. 2020 നമ്മൾ പുതുവത്സരം ആഘോഷിച്ചു നാട്ടുകാർ. എന്താ 2020 സമ്മാനിച്ചത്? പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിൽ അടച്ചുപൂട്ടി. എന്ത് ആഘോഷമാണ്! ബുദ്ധിയുള്ള മനുഷ്യരാരെങ്കിലും ചിന്തിക്കൂ. ഇതാ നിങ്ങൾ ആലോചിക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ഖേദകരമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ഈ പരിസര പ്രദേശത്ത്, അല്ലെ, നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച. ആർക്കു വേണ്ടി മദ്യം ചെലവഴിക്കുന്നു? അള്ളാഹു നമുക്ക് ദാനമായി നൽകിയ അവന്റെ ഭിക്ഷയാണ് എന്റെ കയ്യിലുള്ള കറൻസികൾ, എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള എന്റെ ഡെപ്പോസിറ്റുകൾ അവന്റെ ഭിക്ഷയാണ്. തെരുവിൽ നിൽക്കുന്ന യാചകരുടെ ചെറിയ പാത്രങ്ങളിലേക്ക് 1 രൂപയുടെയും 2 രൂപയുടെയും നാണയത്തുട്ടുകൾ നമ്മൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവത്തിനേക്കാൾ അതിനേക്കാൾ എത്രയോ ലളിതമായ മനോഭാവമാണ് എന്റെ കയ്യിലേക്ക് കാശ് കൊണ്ടുവന്ന് തരുമ്പോൾ അള്ളാഹുവിനുള്ളത്. അള്ളാഹുവിന്റെ ഭിക്ഷയാണത്. അള്ളാഹ് നൽകിയ ഭിക്ഷ ഉപയോഗിച്ചിട്ട് അള്ളാഹു ദാനമായി നൽകിയ എന്റെ ബുദ്ധിയെ കരിച്ചു കളയാൻ വേണ്ടി പണം ചെലവഴിക്കുന്നവനേക്കാൾ വിഡ്ഢി ഈ ലോകത്താരുണ്ട്? ഏതോ മനുഷ്യർ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ ഗുണമാണ് ഞാനും നിങ്ങളും ഈ പകലിൽ ഇവിടെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായുവിൽ പോലും ഒരു വിഷാംശമില്ലാത്തതിന്റെ അനുഗ്രഹം ആരോ ഇന്നത്തെ പുലർച്ചയിൽ തഹജ്ജുദ് എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്തതിന്റെ ഫലമാണ്. എന്റെയും നിങ്ങളുടെയും അമലുകൾ കൊണ്ട് അല്ലാഹു തആല ഈ ഭൂമിയെ സംരക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ അസ്മാഉകളുടെ ബലത്തിൽ ഈ പള്ളിയിൽ ഇരുന്നിട്ട് ഇന്ന് സൂറത്തുൽ കഹ്ഫിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയ നല്ല മനുഷ്യരുടെ സ്വലാത്തിന്റെ ബലം കൊണ്ടാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത്. ഒരു മതത്തിന്റെ ആഘോഷം കവർന്നെടുക്കുന്നത് എത്രമാത്രം വഞ്ചനയാണ്. നമുക്ക് പെരുന്നാൾ ആഘോഷങ്ങളുണ്ട്, നമുക്ക് വെള്ളിയാഴ്ചയിലെ സന്തോഷങ്ങളുണ്ട്. ഈ സന്തോഷങ്ങളും ആഘോഷങ്ങളും മറ്റു മതസ്ഥർ അതിനെ നമ്മളെക്കാൾ കൂടുതൽ കൊണ്ടാടാൻ തുടങ്ങിയാൽ നമുക്ക് ദഹിക്കുമോ? ഒരു മതത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അവർക്ക് വകവെച്ചു കൊടുക്കണ്ടേ? അവരാഘോഷിക്കട്ടെ അവരുടെ ആഘോഷങ്ങൾ. നമ്മൾ കവർന്നെടുക്കുന്നത് മറ്റുള്ളവന്റെ കയ്യിലുള്ള സുഖങ്ങളെ, സൗകര്യങ്ങളെ നമ്മൾ കവർന്നെടുക്കുന്നത് പോലെയല്ലേ?
നമ്മളുടെ ആഘോഷങ്ങൾ മറ്റുള്ളവർ നമ്മളെപ്പോലെ ഒരു വെള്ളിയാഴ്ച ജുമാ നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങളും വെള്ളിയാഴ്ച പോലെ ജുമാ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇതിന്റെ പരിസരത്ത് ഒരു കെട്ടിടമുണ്ടാക്കി ഞങ്ങൾ ജുമാ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? അവരുടെ ആഘോഷങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കൂ. എന്തിനാണ് നമ്മൾ അതിന്റെ പിറകെ പോകുന്നത്? ഈ മുസ്ലിം സമൂഹം മലബാറിലെ മാപ്പിളമാര് കാശ് കൊടുത്ത് വാങ്ങുമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ അങ്ങാടികളിൽ ചുവന്ന ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നത്. നമ്മൾ വാങ്ങുമെന്ന ധൈര്യത്തിലാണ്. നമ്മൾ വാങ്ങില്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഇവിടെ അത് കൊണ്ടുവന്ന് തരില്ല. തമിഴ്നാട് സംസ്ഥാനത്തെ തീരദേശ പ്രദേശങ്ങളിലെ ഒരു പട്ടണമുണ്ട്, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ്. ആ പട്ടണത്തിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെയുള്ള ഓരോ ഓട്ടോറിക്ഷകൾ പോലും മറയിട്ടുകൊണ്ട് മാത്രമേ സഞ്ചരിക്കൂ. എന്തുകൊണ്ടാണ്? അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ മറയുള്ള ഓട്ടോറിക്ഷകളിലേക്ക് കയറൂ എന്ന് അവിടുത്തെ മുസ്ലിം ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു മറിയുന്നത് കൊണ്ട് അവർ അങ്ങനെയേ ചെയ്യൂ. നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് ഇസ്സത്തുണ്ടെങ്കിൽ ആ ഇസ്സത്തുള്ള സംസ്കാരത്തെ അംഗീകരിക്കാൻ ഇവിടെ മറ്റുള്ളവർ പോലും തയ്യാറാകും. പക്ഷേ എൻ്റെ സംസ്കാരത്തിൽ എനിക്ക് അപകർഷതയാണ്, എൻ്റെ ഇസ്ലാമിൽ എനിക്ക് സങ്കടമാണ്, വ്യസനമാണ്, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയൊക്കെ കടമെടുക്കുന്നത് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമിനുണ്ടാക്കുന്ന പരിക്കെത്രയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകില്ല. നാളത്തെ പകൽ ജീവനോടെ ഞാൻ ഇരിക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് മാത്രമേ നിദാനമുള്ളൂ. എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ കുടുംബമല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ആ തൗഫീഖിനെ റബ്ബിനോട് ചോദിക്കണമെങ്കിൽ എനിക്കൊരു നാണം വേണ്ടേ? അള്ളാഹു പറഞ്ഞത് അല്പമെങ്കിലും ഞാൻ സ്വീകരിക്കണ്ടേ? എൻ്റെ പ്രിയമുള്ളവരെ, ഈ നാടിൻ്റെ ഇസ്സത്ത്, നമ്മുടെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ റബ്ബിനു വേണ്ടി നമ്മളെ സമർപ്പിക്കണം ഇബാദത്തുകൾ കൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയോട് നിങ്ങൾ സദൃശ്യപ്പെട്ടാൽ അവരുടെ കൂട്ടത്തിലാണ്. അവരുടെ വേഷം കൊണ്ട്, അവരുടെ ആരാധനാപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ ഈമാൻ പോലും നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തിനാണ് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ തരക്കേടില്ല. ദുനിയാവിൽ ഉപകാരമില്ല, ആഖിറത്തിൽ ഉപകാരമില്ല. ദുനിയാവിലുള്ള കാശ് മുഴുവൻ പോകും, ആഖിറത്തിൽ എന്താ ഉപകാരം? ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കണ്ടേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള ദുരവസ്ഥകൾ നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഇടപെടലുകളോ മറ്റൊന്നും ഇല്ലാതിരിക്കാൻ നമ്മളാണ് കരുതലെടുക്കേണ്ടത്. എൻ്റെ കുടുംബത്തിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ അവനെ ഞാനാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പരിസരത്ത്, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ആശ്രിതരിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഇടപെടണം സ്വകാര്യമായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അതിക്രമങ്ങളുടെ ഫലമായി അള്ളാഹു നമ്മളെ നാടിനെ നശിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ എക്കാലത്ത് നമുക്കുണ്ടാകട്ടെ.